ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ബിടെക് സിംപ്ലിഫൈഡ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ ടൈപ്സ് ഓഫ് മെഷീൻ ലേണിംഗ് സിസ്റ്റം ആയിരുന്നു ഡിസ്കസ് ചെയ്തത്. അതായത് മെഷീൻ ലേണിംഗ് സിസ്റ്റം 4 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്: സൂപ്പർവൈസ്ഡ് ലേണിംഗ്, അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ്, സെമി സൂപ്പർവൈസ്ഡ് ലേണിംഗ്, റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ്. ഈ സൂപ്പർവൈസ്ഡ് ലേണിംഗ് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്: ക്ലാസിഫിക്കേഷനും റിഗ്രഷനും. അതേപോലെ അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് ക്ലസ്റ്ററിങ്, ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ ആണെങ്കിൽ നമ്മൾ ഒരു ക്ലാസിഫിക്കേഷൻ കൂടി ഡിസ്കസ് ചെയ്യാറുണ്ട്: ക്ലസ്റ്ററിങ്, ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ, അതേപോലെ അസോസിയേഷൻ ടെക്നിക്ക് എന്ന് പറഞ്ഞിട്ടൊരു ടെക്നിക്ക് കൂടിയുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ലെക്ചറിൽ റിഗ്രഷൻ ടെക്നിക്കിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ റിഗ്രഷൻ മോഡൽ നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്കൊരു ടാർഗറ്റ് ന്യൂമറിക്കൽ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒരു കാറിൻ്റെ പ്രൈസ് എങ്ങനെ കണ്ടുപിടിക്കാം, അതിൻ്റെ ബ്രാൻഡും മൈലേജും ഉള്ള ഒരു ഡാറ്റ വെച്ച് എങ്ങനെ കണ്ടുപിടിക്കാം. അപ്പോൾ ഈ ടാർഗറ്റ് ന്യൂമറിക്കൽ വാല്യൂ ഇവിടെ പ്രൈസാണ്. പിന്നെ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ഫീച്ചേഴ്സ്, അതാണ് ബ്രാൻഡ്, മൈലേജ്. അതിനെ നമ്മൾ വേരിയബിൾ എന്ന് കൂടി പറയും. ഓക്കെ, നമുക്ക് ഈ റിഗ്രഷൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം. റിഗ്രഷൻ വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നത് ലീനിയർ റിഗ്രഷനും ലോജിസ്റ്റിക് റിഗ്രഷനും ആയിട്ടാണ്. അപ്പോൾ ലീനിയർ റിഗ്രഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഒരു ടാർഗറ്റ് ന്യൂമറിക്കൽ വാല്യൂ, അതാണ് ഇവിടെ y. പിന്നെ എക്സ് എന്ന് പറയുന്നത് ഫീച്ചർ എന്ന് പറയും. β1 എന്നുള്ള ടേമിനാണ് നമ്മൾ എന്ത് പറയുന്നത്, വെയിറ്റ് എന്ന് പറയുന്നത്. അത് നമ്മൾ അടുത്ത സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യും. അതേപോലെ ലോജിസ്റ്റിക് റിഗ്രഷൻ, അത് നമ്മൾ ഈ ബൈനറി ക്ലാസിഫിക്കേഷൻ ടാസ്കുകൾക്കാണ് ലോജിസ്റ്റിക് റിഗ്രഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ പാസ് ഓർ ഫെയിൽ അല്ലെങ്കിൽ സ്പാം ഓർ ഹാം, അങ്ങനത്തെ കേസിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് ലോജിസ്റ്റിക് റിഗ്രഷൻ. ഇവിടെ ഈ ഇമെയിൽ സ്പാം ക്ലാസിഫിക്കേഷൻ നമുക്ക് ക്ലാസിഫിക്കേഷൻ മോഡൽ വെച്ചിട്ടും റിഗ്രഷൻ ടെക്നിക്ക് ഉപയോഗിച്ചിട്ടും, 2 ടെക്നിക്ക് ഉപയോഗിച്ചിട്ടും സോൾവ് ചെയ്യാൻ പറ്റും. അത് നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി പറയാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ സ്പാം ക്ലാസിഫിക്കേഷൻ ലോജിസ്റ്റിക് റിഗ്രഷൻ ഒരു എക്സാമ്പിളായിട്ട് കൊടുത്തതാണ്. ഓക്കെ, ഇനി നമ്മൾ ലീനിയർ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് ലീനിയർ റിഗ്രഷനിൽ നമ്മൾ ഈ ടാർഗറ്റ് ന്യൂമറിക്കൽ വാല്യൂ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇവിടെ y എന്ന് പറയുന്നതാണ് എന്ത്, നമ്മളെ ടാർഗറ്റ് വാല്യൂ. β0നെ നമ്മൾ എന്ത് പറയും, ബയാസ് ടേം എന്ന് പറയും. പിന്നെ x1, x2, xn ആണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻപുട്ട് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ വേരിയബിൾസ് എന്ന് പറയുന്നത്. അതേപോലെ β1, β2, βn ഈ ക്വാണ്ടിറ്റീസിനെയാണ് ഒരു ഇൻപുട്ട് ഫീച്ചറിന് എത്രത്തോളം ഇൻഫ്ലുവൻസ് ഉണ്ട് അതിനെയാണ് നമ്മൾ ബേസിക്കലി വെയിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഫംഗ്ഷനെ എംഎൽ ടേംസിൽ നമ്മൾ ഹൈപ്പോത്തിസിസ് ഫംഗ്ഷൻ എന്നും കൂടി പറയും. അത് വെറുതെ നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി പറയാണ്. ഓക്കെ, ഇനി നമ്മൾ ഒരു വീടിൻ്റെ പ്രൈസ് എങ്ങനെ കണ്ടുപിടിക്കാം, എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടെന്നും അതേപോലെ നമ്പർ ഓഫ് ബെഡ്റൂംസ് നമുക്കറിയാമെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാം. അപ്പോൾ ഇത് നമ്മളൊരു ഡാറ്റ സെറ്റ് വെച്ച് ട്രെയിൻ ചെയ്തിട്ടാണ് ഈ മോഡൽ കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് നിങ്ങളെപ്പോഴും ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ y ആണ് നമ്മുടെ പ്രൈസ്. β0 എന്ന് ഉദ്ദേശിക്കുന്നത് ബയാസ് ടേം എന്ന് പറയും. അതായത് ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ സ്ഥലത്തുള്ള ഹൗസുകളെല്ലാം ഒരു ഇന്ന പ്രൈസ് റേഞ്ചിന് മേലെയാണ്. അപ്പോൾ നമ്മളൊരു ബയാസ് ടേം ആയിട്ട് ഒരു പെർട്ടിക്കുലർ എമൗണ്ട് വെക്കും. അപ്പോൾ നമ്മളിവിടെ ഈ കേസിൽ 50,000 ആണ് വെച്ചിരിക്കുന്നത് ബേസ് പ്രൈസ് ആയിട്ട്. അപ്പോൾ എല്ലാ ഹൗസുകളും 50K മേലെ ആയിരിക്കും. x1, x2 എന്താണ്, x1 പിന്നെ എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് എന്നുള്ളതാണ്. x2 പിന്നെ എത്ര ബെഡ്റൂം ഉണ്ട് എന്നുള്ളതാണ്. β1 എന്താണ്, ഒരു സ്ക്വയർ ഫീറ്റിൻ്റെ പ്രൈസ്. β2 എന്താണ്, പിന്നെ ഒരു ബെഡ്റൂമിൻ്റെ പ്രൈസ്. അപ്പോൾ 1200 സ്ക്വയർ ഫീറ്റും 3 ബെഡ്റൂം ഉണ്ടെങ്കിൽ ആ ഹൗസിൻ്റെ പ്രൈസ് എത്രയായിരിക്കും. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, x1ന് നമ്മൾ 1200 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, x2ന് നമ്മൾ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് കിട്ടും, ടാർഗറ്റ് ന്യൂമറിക്കൽ വാല്യൂ ആയിട്ടുള്ള പ്രൈസ് ഇവിടെ കിട്ടും. അത് ഈ കേസിൽ 3,20,000 ആണ്. ഇത് നമ്മളൊരു എക്സാമ്പിളായിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇങ്ങനത്തെ പ്രോബ്ലംസ് നമ്മൾ നെക്സ്റ്റ് ലെക്ചറിൽ ഡിസ്കസ് ചെയ്യും, ലീനിയർ റിഗ്രഷൻ്റെ പ്രോബ്ലംസ്. ഓക്കെ, ഇനി ലോജിസ്റ്റിക് റിഗ്രഷൻ, ഇത് യൂസ് ചെയ്യുന്നത് ബൈനറി ക്ലാസിഫിക്കേഷൻ ടാസ്കുകൾക്കാണ്. അതായത് പിന്നെ സ്പാം ഓർ ഹാം അല്ലെങ്കിൽ പാസ് ഓർ ഫെയിൽ, അങ്ങനത്തെ കേസിലൊക്കെ നമ്മൾ ലോജിസ്റ്റിക് റിഗ്രഷൻ ടെക്നിക്കാണ് യൂസ് ചെയ്യുക. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ, അതിനെ നമ്മൾ സിഗ്മോയിഡ് ഫംഗ്ഷൻ എന്ന് പറയും. അതായത് സിഗ്മ ഓഫ് z ഈക്വൽ ടു 1/1 + e⁻⁻z. ഈ സിഗ്മ ഓഫ് z എന്ന് പറയുന്നത് ഈ നമുക്ക് കിട്ടുന്ന വാല്യൂ ഉണ്ടല്ലോ, അത് 0ൻ്റെയും 1ൻ്റെയും ഇടയിലുള്ള ഒരു നമ്പർ ആയിരിക്കും. പിന്നെ ഈ എന്താണെന്നൊക്കെ നമുക്കറിയാം, ഈ യൂളേഴ്സ് നമ്പറാണ്. അതിൻ്റെ വാല്യൂ 2.718. നമ്മൾ 2.718 ഒക്കെ അപ്രോക്സിമേറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ,
ഇനി നമ്മളിവിടെ ഒരു എക്സാമ്പിൾ പ്രോബ്ലം ആയിട്ട് ഒരു കുട്ടി ഒരു എക്സാം പാസ്സായിട്ടുണ്ടോ ഫെയിൽ ആയിട്ടുണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഗ്രാഫിൽ എക്സ് ആക്സിസിൽ ഹൗ സ്റ്റഡിയിടും പിന്നെ വൈ ആക്സിസിൽ പാസ്സാവാനുള്ള പ്രോബബിലിറ്റി, അതാണ് ബേസിക്കലി പ്രോബബിലിറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ 1 hour സ്റ്റഡി ചെയ്തു ഒരു കുട്ടി. ഞാനിവിടെ ഒരു ലേസർ പോയിൻ്റർ യൂസ് ചെയ്യാണിത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 1 hour ഒരു കുട്ടി സ്റ്റഡി ചെയ്തു, അപ്പോൾ ആ കുട്ടി പിന്നെ ഫെയിലാണ്. 2 hour ഒരു കുട്ടി സ്റ്റഡി ചെയ്തു, ആ കുട്ടിയും ഫെയിലാണ്. 3ൻ്റെ മേലേക്ക് പഠിച്ച എല്ലാ കുട്ടികളും പാസ്സായി. ഇതെങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഇക്വേഷനിൽ സെഡ് ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അങ്ങനെയാണ്. അതിപ്പോൾ 0.5ന് താഴെയാണ് പ്രോബബിലിറ്റി കിട്ടുന്നതെങ്കിൽ നമ്മൾ ഫെയിലായിട്ട് കൺസിഡർ ചെയ്യും. പിന്നെ അതേപോലെ 0.5ൻ്റെ മേലേക്കാണെങ്കിൽ നമ്മൾ പാസ്സായിട്ട് കൺസിഡർ ചെയ്യും. അങ്ങനെ 2 ക്ലാസ്സുകളാക്കി തിരിക്കും, അതായത് ഫെയിൽ ആൻഡ് പാസ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സമ്മറൈസേഷൻ. റിഗ്രഷൻ ടെക്നിക്ക് 2ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്, ലീനിയർ റിഗ്രഷനും ലോജിസ്റ്റിക് റിഗ്രഷനും. ലീനിയർ റിഗ്രഷൻ ഒരു ടാർഗറ്റ് ന്യൂമറിക്കൽ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ ലീനിയർ ഇക്വേഷൻ യൂസ് ചെയ്യും. അതിന് എക്സാമ്പിളാണ് നമ്മൾ ഒരു വീടിൻ്റെ പ്രൈസ് എങ്ങനെ കണ്ടുപിടിക്കാം. അതേപോലെ ലോജിസ്റ്റിക് റിഗ്രഷൻ യൂസ് ചെയ്യുന്നത് ബൈനറി ഔട്ട്കംസ് ഉള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ സിഗ്മോയിഡ് ഫംഗ്ഷനാണ്. അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് ഇവിടെ ഡിസീസ് പ്രസൻസും കൊടുത്തിരിക്കുന്നുണ്ട്. ഓക്കെ, ഇനി ലീനിയർ റിഗ്രഷൻ്റെ ലോജിസ്റ്റിക് റിഗ്രഷൻ്റെ പ്രോബ്ലംസ് നമ്മൾ നെക്സ്റ്റ് ലെക്ചറിൽ ഡിസ്കസ് ചെയ്യും. താങ്ക് യു.